വൈകാരികക്കുറപ്പുമായി ആക്രമണത്തിന് ഇടയായ നടി തനിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ പരാതിപ്പെട്ട് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ടു പോയതിലാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അതിജീവിത. കേസിലെ രണ്ടാം പ്രതിയുടെ വീഡിയോ കണ്ടു. അത് ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എൻ്റെ കൂടെ പറയണമായിരുന്നു എന്ന് നടി കുറിപ്പിൽ പറയുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് തനിക്ക് പറയാനുള്ളതെന്നും അതിജീവിത പറഞ്ഞു. അതിജീവിതർ പങ്കുവച്ച കുറിപ്പിങ്ങനെ: ഞാൻ ചെയ്ത തെറ്റ്. എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്. നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് അന്ന് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്ന് കൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഞാൻ ഇരയല്ല, അതിജീവിതയല്ല, ഒരു സാധാരണ മനുഷ്യജീവിയാണ്. എന്നെ ജീവിക്കാൻ വിടൂ. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതരുടെ പേര് വെളിപ്പെടുത്തിയ വീഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ കേസിൽ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. അതിജീവരുടെ പേര് വെളിപ്പെടുത്തുകയും സമൂഹമാധ്യമങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്നതിനാണ് നടപടി.